ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കിടിലൻ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വേരിയബിൾ സെപ്പറബിൾ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ y ഉള്ളതൊക്കെ ഒരു ഭാഗത്താക്കുക, x ഉള്ളതൊക്കെ ഒരു ഭാഗത്താക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, dy എപ്പോഴും ന്യൂമറേറ്ററിൽ വരണം, dx ന്യൂമറേറ്ററിൽ വരണം. ഞാൻ ഈ dxനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ y ഉള്ള ഈ ടേമില്ലേ ഇത് പിടിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. dy ഡിവൈഡഡ് ബൈ റൂട്ട് 9 മൈനസ് y സ്ക്വയർ എന്ന് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു ഈ ബൈ dx അങ്ങോട്ട് പോകുമ്പോൾ dx ബൈ x ഒന്നും കൊടുത്തു. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വളരെ ഈസിയാണ്. ഒന്നുകൂടി ഞാൻ ഇതിനെ മാറ്റി എഴുതുകയാണ്. ഇൻ്റഗ്രൽ dy ഡിവൈഡഡ് ബൈ ഈ 9 മൈനസ് y സ്ക്വയർ അല്ലേ, അത് ഞാൻ 3 സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്ന് എഴുതട്ടെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ബൈ x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x അല്ലേ, അപ്പോൾ ലോഗ് മോഡ് x പ്ലസ് സി. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈസിയാണ്. ഈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ എക്സിന് പകരം വൈ ആണുള്ളത്, എ സ്ക്വയറിന് പകരം 3 സ്ക്വയർ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ്, എക്സ് അല്ല ആക്ച്വലി ഇവിടെ ഉള്ളത് വൈ ആ, ഡിവൈഡഡ് ബൈ എ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് വൈ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇത്ര എഴുതിയാൽ മതിയോ? ഇത്ര എഴുതിയാൽ മതി, പെർഫെക്റ്റ്. വേണമെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സ് അങ്ങോട്ട് എടുത്തിട്ട് വൈ ബൈ 3 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി, ഇങ്ങനെ എഴുതിയാലും പ്രശ്നമല്ല. പഠിക്കണം, അടിപൊളി ചോദ്യമാണ്. ബൈ.